പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ചാൻസലർ. മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ. വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞൻ അന്വേഷണ കമ്മീഷനെ സഹായിക്കും. എം.ജി. പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഈ ഒരു നടപടി? നേരത്തെ അദ്ദേഹം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. അനുജ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നതായിരുന്നു ഗവർണർ അറിയിച്ചിരുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ നേരത്തെ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരുന്നു. സിറ്റിംഗ് ജഡ്ജിയെ ഇതിനുവേണ്ടി അനുവദിക്കണമെന്നതായിരുന്നു പ്രധാനമായും ഹൈക്കോടതിക്ക് മുമ്പിൽ ചാൻസലർ മുന്നോട്ട് വച്ച കാര്യം. നിലവിൽ വിരമിച്ച ജഡ്ജിമാരുടെ ഒരു ലിസ്റ്റ് ചാൻസലർക്ക് ഹൈക്കോടതി കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ചാൻസലർ തന്നെ നിയമിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് ആണ് നിലവിൽ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത്. ഒപ്പം വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞനെയും ഈ അന്വേഷണ കമ്മീഷന് സഹായിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ക്യാമ്പസിൽ ഒപ്പം ഈ സർവകലാശാലകളിലടക്കം നടന്ന വീഴ്ചകളാണ് പ്രധാനമായും ഈ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. വി.സിയുടെയും ഡീനിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, ഒപ്പം ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലടക്കം എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കുടുംബമടക്കം വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന വിവിധ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഇപ്പോൾ ചാൻസലർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച വീഴ്ചകളായിരിക്കും അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ, ക്രൂരമായ മർദ്ദനമടക്കം അന്വേഷണ കമ്മീഷൻ പരിശോധിക്കും. നേരിട്ട് വീണ്ടും ഈ വിദ്യാർത്ഥികളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തും. ഒപ്പം കോളേജിലെ അധികാരികളെ അടക്കം നേരിട്ട് കണ്ടായിരിക്കും അന്വേഷണ കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തുക. എന്തായാലും ഈ കുടുംബം നേരത്തെ ഗവർണറെ നേരിട്ട് കണ്ട ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നതടക്കമുള്ള ചില പരാതികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃത്യമായൊരു അന്വേഷണം നടത്തുമെന്നും സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കുമെന്നും ഗവർണർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ കൂടി നിയമിച്ചിരിക്കുന്നത്. നിലവിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിന്റെ വിവരങ്ങളടക്കം, ഇതിന്റെ വിജ്ഞാപനം, ഒപ്പം അനുബന്ധ രേഖകളടക്കം ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു അന്വേഷണം കൂടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നടക്കുന്നത്. അത് ചാൻസലർ. ശരി, ഒരു കാര്യം കൂടി, ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ചാൻസലർ നമുക്ക് പറയാമല്ലോ അല്ലേ പ്രതീഷ്? അനുജ, പ്രധാനമായും നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിൽ അന്വേഷണത്തിനായി ഒരു സിറ്റിംഗ് ജഡ്ജിയെ വേണമെന്ന ഒരു ആവശ്യം ഗവർണർ ഹൈക്കോടതിക്ക് മുന്നിൽ വച്ചിരുന്നു. അതിന് പിന്നാലെ ഈ വിരമിച്ച ജഡ്ജിമാരുടെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൈമാറി എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻ ഹൈക്കോടതി ജഡ്ജി കൂടിയായ ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്നത് തന്നെ വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ഗൗരവമുള്ളൊരു അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നിലവിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാൻസലർ. മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ.